ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രിയൻ്റെ നാട്ടിൽ നിന്നും ക്ഷണിക്കപ്പെട്ടു വന്ന ഒരാളാണ്. വല്ലച്ചരക്കാരനാണ്. എല്ലാവർക്കും പ്രിയന് 25 വർഷം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് 50 വർഷത്തിൻ്റെ കഥയാണ്. അതായത് ഞങ്ങളുടെ നാട്ടിലെ ഓണാഘോഷം എന്ന് പറയുന്ന ഒരു പരിപാടി 65 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഓണാഘോഷത്തിന് നാടകം ചെയ്യാന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ എന്താ പറയുക, ഏറ്റവും വലിയ നിർബന്ധം. അത് വേറെ എവിടെ നാടകം ചെയ്തെങ്കിലും ഞങ്ങൾ ഓണത്തിന് നാടകം ചെയ്യും. അങ്ങനെ നാടകം ചെയ്യുന്ന സമയത്താണ് ഞാനും പ്രിയനായിട്ട് ആദ്യമായിട്ട് ബന്ധപ്പെട്ടത്. ഏകദേശം ഒരു 10-50 വർഷമായിട്ടോ ടെസ്റ്റ് ഏകദേശം. ആദ്യത്തെ നാടകം ഞാൻ പ്രിയൻ്റെ കാണുന്നത് ഈ ഓണാഘോഷം കഴിഞ്ഞാൽ ഇനി ഓണാഘോഷം എന്ന് പറഞ്ഞിട്ട് നാട്ടിൻപുറത്ത് സാരിയൊക്കെ വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ മത്സരം നടത്താറുണ്ട്. അന്ന് വിഭീഷികാന്ന് പറയുന്ന ഒരു നാടകത്തിൽ ഒരു പട്ടുവൃത്തനായിട്ടുള്ള, അന്ന് 14 വയസ്സോ 15 വയസ്സൊക്കെ ഉള്ളത്, പട്ടുവൃത്തനായിട്ടുള്ള ഒരു വേഷം കെട്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് തന്നെ എനിക്കന്നും ഒരു അത്യാവശ്യം വാസനയൊക്കെ ഉണ്ട്. നാടകം ഈ നാടകം എഴുതുന്നതൊക്കെ പറയുന്ന ചെറിയ വാസന ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം അന്ന് തന്നെ ഞങ്ങൾ നോട്ടിട്ടുണ്ട് ഈ പുള്ളിക്കാരൻ നമ്മുടെ ഒപ്പം കൊടുത്താണ്, ഒരു വഴിക്ക് സഞ്ചരിക്കേണ്ട ആൾക്കാരാണെന്നുള്ള ഒരു ബോധം അന്ന് തോന്നി. അങ്ങനെ ഒരുപാട് നാടകങ്ങൾ. അങ്ങനെ ഫസ്റ്റ് നാടകത്തിൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് സിനിമയ്ക്ക് ബന്ധമില്ല, സിനിമ എനിക്ക് അറിയില്ല, സിനിമയെ കുറിച്ച് എനിക്കൊന്നും പറയാനും അറിയില്ല. അപ്പോൾ നാടകത്തിൻ്റെ കാര്യം പറയുന്നത്, ഇപ്പോൾ നാടകത്തിൻ്റെ കാര്യത്തെക്കുറിച്ച്, ഇപ്പോൾ പ്രിയൻ്റെ നാടകത്തെക്കുറിച്ച് പറയാൻ ഏറ്റവും അതിൻ്റെ സമ്പന്നനായിട്ടുള്ള ആൾ ഞാൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല. കാരണം ഏകദേശം 40ഓളം നാടകങ്ങൾ ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ സംവിധാനം ചെയ്തു പോകുമ്പോൾ ഞാൻ പറയുന്നത്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ നാടകം ഞാനിപ്പോൾ ഓർക്കുന്നു, AR രതീശിൻ്റെ ഒരാണിയും കുറേ പാപ്പന്മാരെന്ന് പറയുന്ന ഒരു നാടകം. ആ നാടകത്തിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം ഞാൻ കൊടുത്ത വേഷം ആനപ്പാപ്പൻ, അതിലെ പ്രധാന വേഷം കിട്ടുന്ന ഒരു കാർന്നവരായിട്ടാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ വിഭീഷികയിൽ വന്ന ആ കാർന്നവരെ നേരെ ഒരു അഡോപ്റ്റ് ചെയ്യായിരുന്നു അത് നടന്നു. പിന്നീട് താജിൻ്റെ കുടുക്ക, പിന്നെ ഇങ്ങനെ നാടകങ്ങളുടെ ബഹളമായിരുന്നു. ഒരുപാട് കാലങ്ങളിങ്ങനെ നാടകങ്ങളുടെ ബഹളം അങ്ങനെ നടന്നിട്ടുണ്ട്. ഒരുപാട് അവസരങ്ങളിൽ ഞങ്ങൾ കേരളത്തിൽ മുഴുവൻ നാടകങ്ങൾ, മത്സര നാടകങ്ങൾ കളിക്കുകയും അതേപോലെ തന്നെ പാർട്ടി പരിപാടികളിൽ ഇങ്ങനെ നാടകങ്ങൾ അവതരിപ്പിക്കുകയും അത് സൃഷ്ടിക്കുകയാണ്, കെട്ടിയുടെ സൃഷ്ടിക്കുകയാണ് പാർട്ടിക്ക് വേണ്ടി ചെയ്തിരുന്നത്. സൃഷ്ടി കളിക്കുന്ന സമയത്ത് പ്രിയനുണ്ട്. അതേപോലെ തന്നെ MTയുടെ ഏക നാടകം, ഒറ്റ നാടകമുള്ള മറ്റേ ഗോപുര നാടകം എന്ന് പറയുന്ന നാടകത്തിൻ്റെ നരനായിട്ട് കളിച്ചിരുന്നത് പ്രിയനാണ്. ഡെത്ത് വാച്ചിലെ പച്ചക്കണ്ണനായിട്ട് കളിച്ചിരുന്നത് പ്രിയനാണ്. അങ്ങനെ ഈലിലെ യൂജിൻ ഒനീലിൻ്റെ ഈലിലെ ക്യാപ്റ്റൻ കീനിയായിട്ട് കളിച്ചിരുന്നത് പ്രിയനാണ്. അങ്ങനെ നിരവധി നാടകങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് ഇന്നും ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കാവപാത്തയുടെ സഹശയനത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. നടക്കില്ല അറിയില്ല. ഇതിലൊരു തമാശ, കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കാണുകയില്ല, കുറേ കഴിഞ്ഞപ്പോൾ പ്രിയൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ഒരു നാടകം സംവിധാനം ചെയ്യുന്നത്, ശശികണ്ഠൻ്റെ അതിൽ അഭിനയിക്കാൻ ചോദിച്ചു. അതേപോലെ ഞാൻ അഭിനയിക്കാൻ പറഞ്ഞു. അത് വളരെ നമ്മുടെ ജോയ് മാത്യുവിൻ്റെ സംഘടന എന്ന് പറയുന്ന ആ നാടകത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് എന്തെങ്കിലും പ്രിയൻ തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയ എനിക്ക് അഭിനയിക്കാൻ പറ്റും, ശശികണ്ഠൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പറയാം. അങ്ങനെ ആ ഒരു വേഷം അന്ന് ഞാൻ പ്രിയൻ്റെ ശിഷ്യനായിട്ട് ഞാൻ നിൽക്കുകയും പ്രിയൻ്റെ നാടകത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊരു പേര് മറക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളെ ഈ ഒല്ലൂരായിട്ടും ജോസായിട്ടും അതുപോലെ തന്നെ പ്രിൻസായിട്ടും തിലകനായിട്ടും സുരേന്ദ്രനായിട്ടും ലെഫ്റ്റ് ബാബുവായിട്ടും ഒക്കെ അടുപ്പിച്ചത് മുല്ലമ്മാഷ്. ഈ മുല്ലമ്മാഷ് ഞങ്ങളെ എങ്ങനെ ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ ആ ബന്ധത്തിൻ്റെ ചങ്ങല ഭയങ്കര ദൃഢമാണ്, അതൊരിക്കലും പൊട്ടില്ല. അതിനാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം.
അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. ഞാൻ ഇന്ന് എൻ്റെ മോഹം ഞാൻ പറയണത്, അടുത്തൊരു കാലത്ത് പ്രിയൻ്റെ ഒരു പുതിയ സിനിമ എടുത്തിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രിയൻ്റെ കാര്യത്തിൽ ക്യാരക്ടർ വർക്ക് ചെയ്യാനായിട്ട്, ക്യാരക്ടർ ചെയ്യാനായിട്ട്, ക്യാരക്ടർ അഭിനയിക്കാനായിട്ട് യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയധികം എക്സ്പീരിയൻസ് വായനയെ കൂടി. ഞാൻ പറയും വായന, ഈ വായനയുടെ കാര്യത്തിൽ 7ാം ക്ലാസ്സുകാരനാണ് പ്രിയൻ. 7ാം ക്ലാസ്സുകാരൻ വായിക്കാത്ത പുസ്തകം, വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന. കാരണം വേറൊരു കാര്യമുണ്ട്, ഏതെങ്കിലും ഇന്ത്യൻ വോയിനേഴ്സിൻ്റെ കാത്തുകടന്നെന്ന് പറയുന്ന ആ നോവൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സത്യത്തിൽ ഈ സെറ്റിനെ കുറിച്ചൊരു ധാരണയില്ലാത്ത കാരണമാണ് ഞങ്ങളത് കളിക്കാതിരുന്നത്. 3 വർഷം കഴിഞ്ഞപ്പോൾ ബാബു പറ സെറ്റിനും അത് പ്രൊഫഷണലായിട്ട് കൊണ്ടുവന്ന് കളിച്ചു. അന്ന് അങ്ങനെ വായനയുള്ള ഒരു സംഘം വല്ലച്ചിറയുണ്ടായിരുന്നു. ആ സംഘത്തിൻ്റെ ഞങ്ങൾ അന്നത്തെ വായനയാണ്. ഇന്ന് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല, വായിക്കാൻ സമയം പറ്റില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പം അന്ന് ആ വായനയുടെ, അതേപോലെ തന്നെ അന്ന് അഭിനയിച്ചിട്ടുള്ള നാടകങ്ങളുടെയും ആ നാടകത്തിന് അനുഭവിച്ചിട്ടുള്ള തിക്താനുഭവങ്ങളുടെയും ഒരു വേനൽ ചൂടിലാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു വ്യത്യാസം ഇപ്പോഴും ഞാൻ നോക്കി പ്രിയനും അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘത്തിനും വന്നിട്ടില്ല. അതൊരു മാറലേ കൂടി ഞങ്ങൾ ആഗ്രഹിക്കും. കാരണം കലാകാരൻ വലിയ പൈസക്കാരനൊക്കെ ആയി കഴിഞ്ഞാൽ അവൻ പട്ടം തിരിയാൻ സാധ്യതയുണ്ടെന്നാണ് കാളിദാസൻ തൊട്ട് നമ്മൾ പഠിക്കുന്നത്. അത് യാതൊരു സംശയമില്ല. നമ്മൾ ഈ വഴിക്ക് ഇങ്ങനെ പോയി ഈ മുണ്ടും ഷർട്ടും കിട്ടാവുന്ന കഞ്ഞി ഒക്കെ ആയിട്ട് ജീവിച്ച് ഏതെങ്കിലും പെറ്റിലൊക്കെ കിടന്നോക്കി ജീവിച്ച് പോകാന്ന് തന്നെയാണ്. കാരണം ഈ നാട്ടിലേക്ക് ഇന്ന് കേട്ട, അല്ലെങ്കിൽ എനിക്കന്ന് കേട്ടുള്ള ഒരു സംഭവം, നമ്മുടെ സലീം കുമാറിൻ്റെ ഒരു സ്മാരകം പണിയുന്നു. എന്തോ ദൈവമേ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഏതോ ഒരു നടന് ഒരു സ്മാരകം പണിയാൻ തുടങ്ങിയപ്പോൾ എന്താ ആളുകളുടെ വിഷമം. ഞാൻ സത്യമായിട്ട് സലീം കുമാറിനെ 2 പേർക്ക് നേരിട്ടറിയാവുന്ന ഏകദേശം ഒരു 10-30 വർഷം മുന്നേ, 36 വർഷം മുന്നേ മരണാനന്തര സഹായം ഫണ്ട് തോന്നിട്ട് അവിടെ ഒരു മത്സരം നടന്നിരുന്നു ചുറ്റാട്ടുകര, ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത്. അന്ന് അവിടെ ഭക്ഷണം തന്നിരുന്നത് ഈ മനുഷ്യൻ്റെ വീട്ടിൽ നിന്നാണ്. അന്ന് അയാൾ കലാകാരനാണ്. ഏകദേശം 50 വർഷം കാലം ഈ നാട്ടില് നാടകവും കലാവും മിമിക്രി എന്ന് പറഞ്ഞ് നടന്നിരുന്ന മനുഷ്യനെ 1 കോടി രൂപ ചെലവാക്കുന്നു പറഞ്ഞിട്ട് എന്തെല്ലാം പുതിയകൾ അവിടെ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ജനത്തിന് അങ്ങനെ താല്പര്യമൊന്നുമില്ല. അത് നമ്മൾ ഞാൻ വേറെ കാര്യം വിഷമം കൊണ്ട് പറയുന്നതാണ്. ഇത് ഇവിടെ പറയാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയും. യാതൊരു കുറിച്ചില്ല. 140 MLA-മാരുണ്ട്. 140 കഴിഞ്ഞു പോയവരും ഇപ്പോൾ വന്നിട്ടുള്ളവരൊക്കെ ഇപ്പോൾ 140 MLA-മാർ. ഈ 140 MLA-മാർ ഏതെങ്കിലും ഒരു സബ്മിഷന് നാടകക്കാരെ കുറിച്ച് സംസാരിച്ചു. ഓരോ പഞ്ചായത്തിലും 15ഉം 20ഉം എന്താണ് ഹൈമാസ്റ്ററായി ഇട്ട് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു നാടകക്കാരനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കലാകാരനെ കുറിച്ചിട്ടോ അവർ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു 15 ലക്ഷം രൂപ അവർ പറ്റുന്നത് തീരുമാനിച്ചിട്ടുണ്ടോ? എത്ര ഹൈമാസ്റ്ററേറ്റുകൾ ഇല്ലാണ്ടായി കഴിക്കും? ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്നിട്ട് നാടകക്കാരനെ ഇപ്പോൾ പ്രിയനെപ്പോലുള്ള സിനിമാക്കാരന് ഒരു കാലത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ സാമ്പത്തിക രക്ഷ പറയുന്നത്. ഇപ്പം ഞങ്ങളോടൊക്കെ ചോദിക്കും, പലരും ചോദിക്കും, ബസ്സിനൊക്കെ പോകുന്ന സമയത്ത് എവിടെ വരുന്നത്? കണ്ണൂരിന്നാണ്. എന്താ പരിപാടി? നാടകം. എങ്ങനെയുണ്ട് ഇപ്പോൾ? പിന്നെ ഉഷാറില്ല, ഞങ്ങൾ ഗംഭീരമായിട്ട് ജീവിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല പറയും. ഇങ്ങനെ പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഞങ്ങൾ 2 അറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് ഞങ്ങൾ കഴിക്കുന്ന പാട് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും ബാക്കി എല്ലാവർക്കും അറിയാം. അപ്പം കലാകാരൻ എന്ന് പറഞ്ഞിട്ട് ഇത്തരം ആദരവുകൾ മാത്രമാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുമ്പോൾ. ഞങ്ങൾക്കൊക്കെ സാഹിത്യക്കാർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ദേശീയ അവാർഡുകൾ പലതും കിട്ടിയിട്ടുണ്ട്. മെറ്റലൊക്കെ ഞങ്ങൾ ഒരുപാട് നാടകങ്ങൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ NST നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ നാടകം വെച്ചിട്ടുണ്ട്. LTTൻ്റെ ഒപ്പം ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അന്ന് കാലത്തുണ്ടായിരുന്ന ഇന്ത്യയിലുണ്ടായിരുന്ന ഏറ്റവും മാസ്റ്റേഴ്സായിട്ടുള്ള നാടകക്കാരോടൊപ്പം ഞങ്ങൾ സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളാരുമില്ല. ഒരു നാടകം വെച്ചിട്ട് അരമണിക്കൂർ തയ്ച്ചിരിക്കാൻ പറ്റുന്ന ഒരു മന്ത്രിയോ ഒരു MLA നമുക്കില്ലെന്ന്. അരമണിക്കൂർ ഫ്രണ്ടിൽ തയ്ച്ചിട്ട് പറയാം, കാണാനായിട്ട് വേദനയാണ്. 3 വട്ടം 4 വട്ടം സംസ്ഥാന വകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞ് ഏൽപ്പിച്ചു വന്നിട്ട് ഇവിടെ വരുമ്പോൾ അയാൾ വരില്ല. നമുക്ക് ആരെങ്കിലും സ്പോൺസർ ഉണ്ട്, ആ സ്പോൺസർ ഉണ്ട്, നിങ്ങളുടെ പരിപാടിക്ക് ആൾ വന്നിട്ടില്ല, ഞങ്ങൾ കാശ് തരുന്നുണ്ട്. ഇതാ അവസ്ഥ. ഇവരോ സംസാരിച്ചു തുടങ്ങി മൈക്ക് കിട്ടിയിട്ട് നാടകക്കാർക്ക് ഇല്ലാത്ത ഗുണഗണങ്ങളില്ല. അവർ ഭയങ്കര തേനും പാലും നിൽക്കുന്ന ആൾക്കാരാണ്. അവരാണ് ഇവിടെ ഈ രാജ്യം മറ്റേ ബ്രിട്ടീഷുകാരെ ഇത് രാജ്യം മേടിച്ചെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സംസാരം ഉണ്ടാവും. ഒന്നുമില്ല. നമ്മൾ മറ്റേ നാടകഗാനങ്ങൾ കേൾക്കുമ്പോൾ കോരി ധരിക്കുന്നുള്ളതിൻ്റെ അപ്പുറത്ത് വേറൊന്നും നടക്കില്ല. അപ്പോൾ ഇത്തരം ആദരവുകളാണ് നമുക്ക് ഒരു
കലാകാരന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഞങ്ങൾ വളരെ ആലോചിക്കുന്ന പ്രിയൻ്റെ 25 വർഷം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് തകർക്കും. കാരണം ആദ്യത്തെ സ്വീകരണം ഓർമ്മയുണ്ടോ? പാട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ല. ഗംഭീരമായിട്ടൊരു സ്വീകരണം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനിയും 25 വർഷം തയ്ച്ചിട്ടുള്ള പ്രിയൻ്റെ പരിപാടികൾ ഇതേപോലെ തന്നെ സിനിമകളെല്ലാം കാണിക്കും. അവിടെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഇത്തരം ഈ പരിപാടി, അതായത് ഒല്ലൂർ കൂട്ടായ്മ ഇതിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കൗൺസിലറുടെ നേതൃത്വത്തിൽ കൗൺസിലർ വളരെ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തൊരു പരിപാടിയാണെന്ന് ഞാൻ കേട്ടത്. അതേപോലെ തന്നെ ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഓരോരുത്തരും ഇത്തരം ഒരു പരിപാടി കലാകാരനോട് ആഭിമുഖ്യം കാണിക്കുന്ന ഇത്തരം എന്താ പറയുക, ഇവരും കലാകാരന്മാരാണ്, എനിക്ക് യാതൊരു സംശയമില്ല. അവരോട് വളരെയധികം സ്നേഹത്തോടുകൂടി എല്ലാവിധ നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അനുഭവങ്ങളും നൽകിക്കൊണ്ട് എൻ്റെ ചെറിയ സംസാരം ഇവിടെ വെച്ച് അവസാനിക്കും.